ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഈ സമൂഹത്തോട് നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ഉത്തരവാദിത്ത ബോധമുണ്ട്. അത് ഞാനല്ലെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് നിർവഹിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യപിച്ച് നിസ്കരിക്കാൻ എത്തുന്നവരോട് അള്ളാഹുവിന്റെ വഹീ പ്രകാരം പറഞ്ഞു, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത്. ഘട്ടങ്ങളായി 3 ഘട്ടങ്ങളായി അവരോട് അവസാനം പറഞ്ഞു, ഫഹൽ അൻതും മുൻതഹൂൻ, ഇനി നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ? ഉപകാരമുണ്ട് എന്ന് പറയുന്നവരോട് ഉപദ്രവമാണ് അതിൽ കൂടുതൽ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും നിർത്താതെ വന്നപ്പോ അള്ളാഹു ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് ആയത്തിറക്കിയവരെ പഠിപ്പിച്ചു, നിങ്ങൾക്കിനിയും വിരമിക്കാൻ സമയമായില്ലേ? ഉടനെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവർ, കുടിക്കാൻ വേണ്ടി കോപ്പയിൽ ഒടിച്ചു വെച്ചവർ, നാളെ വിൽപ്പന നടത്താൻ വീപ്പയിൽ സൂക്ഷിച്ചു വെച്ചവർ, റീറ്റെയിൽ കച്ചവടക്കാർ, ഹോൾസെയിൽ കച്ചവടക്കാർ ആ വീപ്പകൾ നിലത്തേക്ക് തള്ളിയിട്ടു. കുടിച്ചവർ വിരലുകൾ വായിലേക്ക് തള്ളിക്കയറ്റി ഓക്കാനിച്ചു. കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ച ഗ്ലാസുകൾ നിലത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് അവിടുത്തെ സമൂഹം ഉറക്കെ പറഞ്ഞു, ഇൻതഹൈനാ ഇൻതഹൈനാ ഇൻതഹൈനാ, ഞങ്ങൾ ഇതാ രാജി പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ പ്രസംഗത്തിൽ പറയാ. ചെറുപ്പക്കാരെ, നമ്മളിങ്ങനെ കേട്ടിട്ട് പോവല്ല. ഒരു മദ്യപിക്കുന്ന കഞ്ചാവിനും മയക്കുമരുന്നിനും MDMA പോലെയുള്ള വൃത്തികേടിന് അടിമയായ ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യ എത്രമാത്രം വിഷമത്തിലായിരിക്കും, മക്കൾ എത്രമാത്രം വിഷമത്തിലായിരിക്കും. എന്റെ വാപ്പയാണ് ആ റോഡിൽ വീണ് കിടക്കുന്നത് എന്ന് പറയാൻ ഒരു കുട്ടിക്ക് ആത്മാഭിമാനം ഉണ്ടാകുമോ? ഔറത്ത് പോലും മറക്കാതെ റോഡിൽ വീണ് കിടക്കുന്ന, ഓവുചാലുകളിൽ കിടക്കുന്ന, ഇന്ന് ലഹരിയുടെ പുതിയ ലോകമായതുകൊണ്ട് മദ്യപിച്ചിട്ടുണ്ടോ, കള്ളു കുടിച്ചിട്ടുണ്ടോ, കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ, ആ ശബ്ദം പോലും പുറത്തേക്ക് ഒരു അക്ഷരം പോലും പറയാതെ മണിക്കൂറുകൾ തന്റെ ബെഡിൽ കമയുന്നും മലന്നും കിടക്കുന്ന, സ്റ്റിക്കറുകളിൽ അഭയം തേടുന്ന, ഒരു സ്റ്റവും ഒരു ചെറിയ ആ ചട്ടിയും കുറച്ച് വസ്തുക്കളും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന MDMA പോലെയുള്ള അതിമാരകമായ ലഹരി നമ്മുടെയൊക്കെ നാടിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ 50ഉം 60ഉം വയസ്സുള്ള തന്റെ പേരക്കുട്ടികളെ പോലും മറന്നു പോകുന്ന 60കാരനും 50കാരനും MDMA പോലെയുള്ള മാരകമായ മയക്കുമരുന്നിന്റെ കച്ചവടക്കാരായി കൊച്ചു വിദ്യാലയങ്ങളുടെ മുന്നിലേക്ക്, മതിലിന്റെ ഓരങ്ങളിലേക്ക് മറഞ്ഞിരിക്കുന്ന മരത്തിന്റെ മറവിലിരുന്ന് 60കാരനും 50കാരനും തന്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ള LPയിലും UPയിലും പഠിക്കുന്ന കുട്ടികൾക്ക് MDMA പോലെയുള്ള അതിമാരകമായ ലഹരിയുടെ കച്ചവടക്കാരായി മാറുമ്പോ ആരായി സമൂഹത്തെ തിരുത്താനുള്ളത്? ആരാണ് ഈ സമൂഹത്തെ തിരുത്താനുള്ളത്? അവിടെയാണ് വിസ്ഡം എഴുന്നേറ്റിരിക്കുന്നത്. പലരും പറയുന്നുണ്ടാവും, നമ്മുടെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്, നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ്. നമുക്ക് വലിയ ഡ്യൂട്ടിയുണ്ട്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവർ പരിശുദ്ധ ഖുർആനിന്റെയും തിരുവചനങ്ങളും കേൾക്കുന്നതിന് മുമ്പാണ് അവർ അതിന് അഡിക്റ്റായി മാറിയത്. പിന്നെ കേട്ടു തുടങ്ങിയപ്പോൾ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവരെ മാറ്റിയെടുത്ത് അവർ ഉറക്കെ പറഞ്ഞു, ഇനി ഞങ്ങൾ മടങ്ങുകയില്ല. ഈ മലപ്പുറത്തിന്റെ വെളിപ്പാടകലെ കിടക്കുന്ന ഈ ചെമ്മൻകടവ് എന്ന് പറയുന്ന പ്രദേശത്ത് ഖുർആനിന്റെ ആയത്ത് കേൾക്കാത്തവരാണോ? മദ്രസയിൽ 8ലും 9ലും 10ലും വരെ പോയ ചെറുപ്പക്കാരാണ് ഇന്ന് ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ നാടിന്റെ ഗ്രാമത്തിനൊരു ഉദാഹരണം പറയാണ്. എല്ലാ സ്ഥലത്തും എനിക്കൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെ ലഹരിക്കെതിരെയുള്ള ഒരു പബ്ലിക് പ്രോഗ്രാമിൽ ഒരുപാട് ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയപ്പോ അതിന്റെ ഉദ്ഘാടകനായ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, MDMA എന്ന് പറയുന്ന ഒരു പഞ്ചസാര തരി വലിപ്പമുള്ള ഒരു MDMAയുടെ തരി അതിങ്ങനെ കയ്യിലെടുത്താൽ കാണോ, ഒരു പഞ്ചസാര തരി 2 വിരൽ തള്ളവിരലിന്റെയും തൊട്ടടുത്ത വിരലിന്റെയും ഇടയിൽ ഇങ്ങനെ അമർത്തി പിടിച്ചാൽ എന്തോ തടയുന്നത് പോലെയല്ലാതെ ഒന്ന് കാണിച്ചു കൊടുക്കാനെങ്കിലും ഉണ്ടോ? അതിനെ 2ആക്കി മുറിച്ച് അതിന്റെ പകുതി ഒരു ജ്യൂസിലേക്ക് കലർത്തിയാൽ, അതിന്റെ പകുതി ഒന്ന് നാവിൽ തട്ടിച്ചാൽ 500 ചായ ഒരുമിച്ച് കുടിച്ചവനെ പോലെയായിരിക്കും അവൻ. അതാണ് ശാസ്ത്രലോകം അതിനെ കുറിച്ച് പഠിച്ചു പറഞ്ഞത്, വിശ്വഗ്രന്മാർ പറഞ്ഞത്. എങ്ങനെ? MDMAയുടെ പഞ്ചസാര തരി വലിപ്പമുള്ള MDMAയുടെ പകുതി, ഒരു പഞ്ചസാര തരിയുടെ പകുതി അത് നാവിൽ വെച്ചാൽ 500 ചായ ഒരുമിച്ച് കുടിച്ച ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അതാ +2കാരി പറഞ്ഞത്.
ജ്യൂസിലേക്ക് ഇവൾ അറിയാതെ കാമുകൻ കാമുകിക്ക് കൂൾബാറിലേക്ക് കയറി, കോളേജിന്റെ മുമ്പിലുള്ള സ്കൂളിന്റെ മുമ്പിലുള്ള കൂൾബാറിലേക്ക് കയറി ഒരു പഞ്ചസാര തരികിട പകുതി വലിപ്പുള്ള ഒരു MDMA ഇവൾ അറിയാതെ ജ്യൂസിലേക്ക് ഇടാൻ ഇത്ര മാജിക് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതാ ഗ്ലാസ്സിലേക്ക് ഇട്ട് അവളങ്ങ് കുടിച്ച് രാത്രി 12 മണിക്ക് കുട്ടി വിളിക്കുകയാണ്, ഇവന്റെ അഫയറിനെ വിളിക്കുകയാണ് ഇവളുടെ, അല്ലേ? ഇവനെ കാമുകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നുവരെ ഇങ്ങനൊരു ജ്യൂസ് കുടിച്ചിട്ടില്ല, നീ നല്ല ജ്യൂസ് കിട്ടും ആ കടയിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, എന്തോ ഒരു പവർ കിട്ടിയതുപോലെ. നീ എവിടെ? നീ വിളിച്ചാൽ ഞാൻ വരാം, നീ എന്റെ വീടിന്റെ പരിസരത്ത് വാ, ഞാൻ വരാം നിന്റെ കൂടെ. ഇത് ഇന്നിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു നോക്കൂ. കേരളക്കരയിലെ വ്യത്യസ്തമായ ഗ്രാമങ്ങളുടെ ചരിത്രമാണ്. +2 കാരി രാത്രി 12 മണിക്കും 1 മണിക്കും ഡിഗ്രിക്കാരി ഇറങ്ങിപ്പോകാൻ ഒരു MDMA തരി താൻ കുടിച്ച ജ്യൂസിലേക്ക് കാമുകൻ അറിയാതെ കലർത്തിക്കൊടുത്താൽ അവൻ വിളിച്ച സ്ഥലത്തേക്ക് ഏത് നട്ടപ്പാതിരക്കും ഇറങ്ങിച്ചെല്ലാൻ മാത്രം അവളുടെ ശരീരവും മനസ്സും പാകപ്പെടുന്ന ഒരു പുതിയ ലോകത്ത് എന്തു ജാഗ്രതയാണ്, എന്ത് കരുതലാണ്, ഏത് മുൻകരുതലാണ്, എന്ത് മുന്നൊരുക്കമാണ് മുസ്ലിം ഉമ്മത്തെ ഞാനും നിങ്ങളും നടത്തിയിട്ടുള്ളത്. ഈ മക്കൾ വഴിതെറ്റിപ്പോകുന്നുണ്ടോ എന്നറിയാൻ സംവിധാനമുണ്ടോ? നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് എഞ്ചിനീയർ ആണെന്ന് പറയാൻ, MBBS പഠിക്കുന്നു, മെഡിക്കൽ ഫീൽഡിലാണെന്ന് പറയാൻ, ഹോമിയോ അല്ലെങ്കിൽ അതേ ആയുർവേദം അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മെഡിക്കൽ ഫീൽഡിലാണ് എന്റെ മോനെ എന്റെ മോളി എന്ന് പറഞ്ഞ് അതിനേക്കാൾ ബിരുദാനന്ദ ബിരുദങ്ങളിൽ എന്റെ മോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിലാണ്, മൈസൂരിലാണ്, അല്ല ഇങ്ങ് പിന്നെ മംഗലാപുരത്താണ്, അതുമല്ലെങ്കിൽ പ്രത്യേക സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഇത് എടുത്തു പറഞ്ഞ് അതിനപ്പുറം രാജ്യത്തിനപ്പുറമുള്ള രാജ്യങ്ങളെ കാനഡയെ കുറിച്ച് എടുത്തു പറഞ്ഞ് ഞാനും നിങ്ങളും അഭിമാനം കൊള്ളുമ്പോൾ നമ്മുടെ മക്കൾ ആരുമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? ഏത് സ്വഭാവക്കാരുമായിട്ടാണ്? ഏത് കൂട്ടുകാരുമായിട്ടാണ്? കൂട്ടുകാരന്റെ സ്വഭാവം തന്റെ സ്വഭാവത്തിൽ ഇടപെടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വെറുതെ പറഞ്ഞതല്ല. അതുകൊണ്ട് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോ, ക്യാമ്പസ് തിരഞ്ഞെടുക്കുമ്പോ, സ്ഥലം തിരഞ്ഞെടുക്കുമ്പോ മുൻകരുതൽ നമുക്കുണ്ടാകണം. കടയിൽ കയറി ഒരു കർച്ചീഫ് വാങ്ങുമ്പോ, ഞാനും നിങ്ങളുമൊക്കെ ഒരു ടീഷർട്ട് വാങ്ങുമ്പോ സെലക്ഷൻ നടത്താറുണ്ടെങ്കിൽ തന്റെ കുട്ടി എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അവളുടെ അഭിരുചി നോക്കി, അവന്റെ അഭിരുചി നോക്കി, അവന്റെ ആറ്റിറ്റ്യൂഡ് പരിശോധിച്ച് അതിനൊന്നും തർക്കമില്ല. പക്ഷെ എവിടെ എത്തണം, എവിടെ കൊണ്ടുപോയി ആക്കണമെന്ന് മുൻകരുതൽ എടുക്കാതിരുന്നാൽ നമ്മുടെ മക്കൾ നമുക്ക് തിരിച്ചടിയായി മാറുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്ത്? കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്. അതിൽ ഇന്നതൊന്നുമില്ല. ഈ ചെമ്മങ്കടവ് മുസ്ലിങ്ങളൊക്കെ ധാരാളമുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു പെട്ടിക്കടയിൽ ഹാൻസും പാൻപരാഗവും ഗുടുക്കയും കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിരോധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്, അല്ലേ? ഏതായാലും ഉണ്ടെങ്കിൽ നിന്റെ കച്ചവടം ഹലാലല്ല. അത് ഏത് പള്ളിന്റെ ആളായാലും, ഏത് ക്ലബിന്റെ ആളായാലും, ഏത് പ്രസ്ഥാനത്തിന്റെ ആളായാലും നീ മനസ്സിലാക്കണം, അത് നിന്റെ മക്കൾക്ക് അതിന്റെ ലാഭം കൊണ്ട് കൊടുക്കുന്നത് ഹറാമിന്റെ ഭക്ഷണമാണ്, ചോറാണ്. ശരിയല്ല. കള്ള് കച്ചവടം നടത്താൻ മുസ്ലിങ്ങൾക്ക് പറ്റുമോ? കഞ്ചാവിന്റെ കച്ചവടം നടത്താൻ പറ്റുമോ? ഒരു ഹാൻസ് വിൽക്കാൻ പറ്റുമോ? ഒരു സിഗരറ്റ് എങ്കിലും വിൽക്കാൻ ഒരു മുസ്ലിമിന് പറ്റുമോ? ഈ കടയിൽ സിഗരറ്റ് ഉണ്ടാവാൻ, തൊട്ടടുത്ത കടയിൽ അതിന്റെ പാക്കറ്റ് ഒന്ന് എടുത്തു നോക്ക്. അതിൽ എന്താ എഴുതിയത്? സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്. LDFന്റെ ഗവൺമെന്റ് വന്നാലും കോൺഗ്രസിന്റെ ഗവൺമെന്റ് വന്നാലും നമ്മളൊരു മുസ്ലിം എന്ന നിലയ്ക്ക് മനസ്സിലാക്കുക, മാറി മാറി ഇടതും വലതും വന്നാലും അവർ സ്റ്റിക്കർ പതിക്കും. അതിൽ കള്ളിന്റെ കുപ്പിയിൽ കള്ള് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എഴുതി വെച്ചാൽ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. സിഗരറ്റിന്റെ പാക്കറ്റിൽ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, ഇത് ആരോഗ്യത്തിന് കേടാണ് എന്ന് എഴുതി വെച്ചാൽ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. 18 വയസ്സിന് താഴെയുള്ളവർ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് ബോർഡ് തൂക്കിയാൽ ഏത് കുട്ടിക്കും കൊടുക്കാം. ബോർഡ് തൂങ്ങണമെന്ന നിയമമേ ഗവൺമെന്റ് ശ്രദ്ധിക്കൂ. ഇത് ഞാൻ ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ കുറിച്ചല്ല പറയുന്നത്. അവർക്കൊക്കെ ചില പരിമിതികളും അതേ ചില ലിമിറ്റേഷൻസുകളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ 10ഓ 15ഓ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ചാൽ നാട്ടിലെ കള്ളും കഞ്ചാവും എടുത്തു മാറ്റാമെന്ന് നിങ്ങൾ വിചാരിച്ചുവെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ CPM-ഉം ഇവിടുത്തെ ലീഗും ഇവിടുത്തെ മുജാഹിദും സുന്നിയും ജമാഅത്തും തബ്ലീഗും സർവ്വ മനുഷ്യരും ഒറ്റക്കെട്ടായി നിന്ന് അതേ പിടിച്ചു കൊണ്ടുപോകുന്ന കഞ്ചാവുകാരൻ എന്റെ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിലും കിടക്കട്ടെ ഉള്ളിലെന്ന് വിചാരിക്കാൻ എന്ന് മനുഷ്യർക്കും പാർട്ടികൾക്കും സാധിക്കുന്നുവോ അന്നേ നമ്മുടെ നാട് കരകയറുകയുള്ളൂ. തന്റെ പാർട്ടിയിൽപ്പെട്ടവൻ, തന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ടവൻ, തന്റെ ഗ്രൂപ്പിൽപ്പെട്ടവൻ അനീതികളെ രക്ഷപ്പെടുത്താനുള്ളതല്ല പാർട്ടി.
അല്ല. അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുമോ? ആ നാട് നന്നാവും ഇല്ലേ? കഴിയില്ല. 10-15 പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ചാലൊന്നും കഴിയില്ല. അവർക്കൊക്കെ അവരും മനുഷ്യരാണ്. അതിനൊക്കെ ലിമിറ്റുകളുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. കുല്ലു ശറാബിൻ അസ്കറ ഫഹുവ ഹറാം. പ്രവാചകൻ പറയാ, ലഹരി ഉണ്ടാക്കുന്ന ഏത് പാനീയവും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഇന്നതെന്നില്ല, പേര് മാറ്റിയിടാം. ബാപ്പ കുടിക്കുക, മോൻ കുടിക്കുക. ബാപ്പാന്റെ സിഗരറ്റ്, കത്തിക്കൊണ്ടിരിക്കുന്ന സിഗരറ്റിൽ നിന്ന് മോന് ആ ബാപ്പാന്റെ സിഗരറ്റ് വാങ്ങി തന്റെ സിഗരറ്റിന് തീ കൊളുത്തുക. ഒരു ആദരവ് നഷ്ടപ്പെട്ടു, ബഹുമാനം നഷ്ടപ്പെട്ടു. ബാപ്പ എന്നതില്ല, മക്കൾ എന്നതില്ല. എല്ലാം മറികടന്നു, എല്ലാ ലിമിറ്റുകളും മറികടന്നു. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇന്നിന്റെ ലോകം അനുഭവിക്കുന്ന ഏറ്റവും സാമൂഹ്യപരമായ കാതലായ ഒരു പ്രശ്നത്തെ നിങ്ങളുടെ മുമ്പിൽ തെര്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും സമയം ഉപയോഗിച്ചത്. നമ്മളൊക്കെ ബോധവാന്മാരാകണം. നമ്മുടെ മക്കൾ എല്ലാ അതിർ വരമ്പുകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ്. വലിയ അറിയപ്പെടുന്ന എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് സിറിഞ്ചാണെന്നാണ് ആ മെഡിക്കൽ ഷോപ്പുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. എന്തിനാ ഇത്? ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ പരിസരത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് മരുന്നല്ല, സിറിഞ്ചുകളാണ്. എന്താ അതിൻ്റെ കാരണം? കുട്ടികളൊക്കെ ബാഗിൽ അത് വാങ്ങി വെക്കുകയാണ്. എന്നിട്ട് തൊട്ടടുത്ത ബോയ് ഫ്രണ്ടിന്, ഗേൾ ഫ്രണ്ടിനൊക്കെ കൈ നീട്ടി കൊടുക്കുകയാണ്. ലഹരി വേറെ ഉണ്ടാവും അല്ലേ, മയക്കുമരുന്ന് പലതും വേറെ ഉണ്ട്. എന്നിട്ട് നേരിട്ട് ഡയറക്റ്റായിട്ട് ഞരമ്പിലേക്ക് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഞരമ്പിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. എന്നിട്ടൊരു പുതിയ ലോകത്ത് അവർ ജീവിക്കുന്നത്. ഇവിടെ പ്രായമുള്ള ആളുകൾ, നിങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കള്ളും ഒക്കെ അന്നുണ്ട്. പക്ഷെ ക്ലാസ്സിൽ പെൺകുട്ടികൾ കള്ളു കുടിച്ചിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് പുറത്താക്കേണ്ടി വരലുണ്ടോ? ഉണ്ടോ? കോളേജിൽ നിന്ന് ക്ലാസ്സിലിരുന്ന് കള്ളു കുടിച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കേണ്ടി വരികയാണ് കുട്ടികളെ. എവിടേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധത നമുക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ബേസ് അള്ളാന്റെ ദീന് പഠിക്കുക എന്നുള്ളതാണ്. വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. നിയമത്തിൻ്റെ ബഹളങ്ങളും നിയമത്തിൻ്റെ ശക്തിയും അതിൻ്റെ ശിക്ഷാമുറകളുമൊക്കെ, അതിനൊക്കെ ചില ലിമിറ്റുകളുണ്ട്. മനുഷ്യൻ്റെ മനസ്സാണ് മാറേണ്ടത്. ആ മനസ്സിൻ്റെ മാറ്റം അത് എന്നും നിലനിൽക്കുന്ന മാറ്റമാണ്. ചരിത്രത്തിൽ നിന്ന് ഞാനൊരു താബി കാലഘട്ടത്തിൽ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഫുലൈൽ ബിൻ അയ്യാൽ എന്നാണ് ആ മനുഷ്യന്റെ പേര്. ഫുലൈൽ ബിൻ അയ്യാൽ. അദ്ദേഹം ഒരു താബി കാലഘട്ടത്തിൽ ഒരു കാട്ടറബി എന്ന് പറയാം. അദ്ദേഹം കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും അന്യ സ്ത്രീകളെ സമീപിക്കുന്ന ആളാണ്. ഇന്നു മുതൽ ഞാൻ എല്ലാ ദിവസവും അത് ഇനി ജീവിതത്തിൽ സംഭവിക്കാതെ ഇരിക്കില്ല. എല്ലാ ദിവസവും ഞാൻ അന്യ സ്ത്രീകളെ സമീപിക്കും. കൂട്ടുകാർക്ക് മുമ്പിൽ അതൊക്കെ ഒരു വലിയ സംഭവമാണ് അവർക്ക്. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒരു ബെറ്റടിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ പോകും. പല സ്ത്രീകളായിട്ടൊക്കെ ആയിരുന്നു. അന്നത്തെ കാലത്ത് അതൊരു പ്രശ്നം അല്ല. അങ്ങനെ ആ ചങ്ങാതി, ആ ചെറുപ്പക്കാരൻ, ആ മനുഷ്യൻ ആ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം തൻ്റെ ഇംഗിതത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഒരു സഹോദരിയെ കിട്ടാതെ വന്നപ്പോൾ തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന മാതൃതുല്യയായ, ഉമ്മക്ക് തുല്യ പ്രായമുള്ള ഒരു സഹോദരി അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അവിടേക്ക് കയറി ചെല്ലാൻ തീരുമാനിച്ചു. ഒരു കാമഭ്രാന്തനായി, ഒരു വൈകാരിക മുൾമുനയിൽ നിന്ന് ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ, മെടഞ്ഞുണ്ടാക്കിയ വാതിലും അതേ ചുമരുമൊക്കെയുള്ള ആ വീട്ടിലേക്ക് ഫുലൈൽ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ആ വീട്ടിൽ വേറെ ആരുമില്ല, ആ ഉമ്മ മാത്രമാണ്. പക്ഷെ ആ ഉമ്മ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. സൂറത്തുൽ ഹദീദ് പാരായണം ചെയ്യുക. ഫുലൈൽ എന്ന് പറയുന്ന മനുഷ്യനാരാ? എല്ലാ ദിവസവും വ്യഭിചരിക്കും, മദ്യപിക്കും, എല്ലാ വൃത്തികേടും അതൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ച് നടക്കുന്ന ആളാണ്. ആ മനുഷ്യനായി ഈ വീട്ടിലേക്ക് ഇങ്ങോട്ട് വാതില് തുറന്ന് കയറി വരുന്നത്. ആ ഉമ്മ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹദീദിൽ നിന്ന് അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്ന ആയത്താ ഓതിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അർത്ഥം എന്താ? പടച്ചോനിൽ വിശ്വാസമുള്ള മനുഷ്യരെ, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരെ, നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങളുടെ ഖൽബിന്, നിങ്ങളുടെ ഹൃദയത്തിന് നടുങ്ങാൻ, വിറക്കാൻ,
അതൊന്ന് ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ഹൃദയത്തിന് പേടി വരാൻ, പേടി ഉൾക്കൊള്ളാൻ സമയമായിട്ടില്ലേ എന്നതാണ് ആയത്തിന്റെ സാരം, അതിന്റെ ആശയത്തിന്റെ തുക. ഇതങ്ങ് കേട്ടതോടുകൂടി ഫുലൈൽ ഇബ്നു അയ്യാദ് എന്ന് പറയുന്ന മനുഷ്യൻ പറയാണ്, ഇത് ഈ ഉമ്മാന്റെ അടുത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിച്ച വാക്കല്ല. ഇത് പറയാനാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കടന്നുപോയത്? എങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കും എന്ന് പറഞ്ഞ് ഫുലൈൽ തന്റെ വീട്ടിലേക്ക് ഓടി. ചിന്തിച്ച് ഈ കേട്ട ആയത്ത്, കുറെ വഅദ് കേട്ടിട്ടില്ല, കുറെ പ്രസംഗം കേട്ടിട്ടില്ല, ഒരുപാട് ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ല, തെറ്റ് ചെയ്യാൻ വേണ്ടി ഉമ്മക്ക് തുല്യയായ ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഉമ്മയുടെ നാവിൻ തുമ്പിലൂടെ ചുണ്ടുകൾക്കിടയിൽ നിന്ന് അടർന്നു വീണ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലെ മനുഷ്യരെ നിങ്ങളുടെ ഖൽബുകൾക്ക്, ഹൃദയങ്ങൾക്ക് വിറക്കാൻ, പിടക്കാൻ സമയമായിട്ടില്ലേ എന്ന ഒരു ചോദ്യത്തിന്റെ ഒരു ചെറിയ വശം, ആയത്തിന്റെ കഷ്ണം ഫുലൈൽ ഇബ്നു അയ്യാദ് എന്ന് പറയുന്ന കാട്ടറബിയുടെ കർണപുടങ്ങളിൽ ചെന്നടിച്ച് അത് ചിന്തയിലേക്ക്, ആലോചനയിലേക്ക്, വാരിയല്ലുകൾ കൊണ്ട് മൂടിയ ിനുള്ളിലേക്ക് അല്ലെ തലയോട്ടി കൊണ്ട് ഭദ്രമാക്കി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന 496 കിലോമീറ്റർ നീളമുള്ള ഞരമ്പുകൾ ചുരുട്ടിയ തലച്ചോറിലേക്ക്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചോക്ക് ചെറുപ്പക്കാരെ. നമ്മളൊക്കെ കയ്യിൽ മൊബൈലില്ലേ? ഈ മൊബൈൽ ഫോണിൽ മെമ്മറി കാർഡുണ്ട്, എല്ലാവരുടെ ഫോണിലും ഉണ്ടാവാം. അല്ലെങ്കിൽ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കി അതിന്റെ ആവശ്യം, പ്രത്യേക മെമ്മറി കാർഡ് ഇടേണ്ട ആവശ്യമില്ലാത്ത ഫോൺ ഉണ്ടാവാം. ശരി, അതിലെത്ര ഏറ്റവും ചുരുങ്ങിയത് 12 GB, 24 GB അങ്ങനെയൊക്കെ പോവാണ്. വലിയ ശേഖരമാണ്. ഒരു 24 GB എന്നൊക്കെ പറഞ്ഞാൽ ഈ റൂമിൽ വെക്കാവുന്ന ഒരു കിതാബിന്റെ മുഴുവനും ഒരു GB ആ GB-യിലേക്ക് കൊണ്ടുവരാം, ആ ചെറിയ മെമ്മറി ചിപ്പിലേക്ക് കൊണ്ടുവരാം. അതിന്റെ പ്ലാസ്റ്റിക്കിന്റെ ആ കറുത്ത ഭാഗമൊക്കെ അങ്ങോട്ട് കളഞ്ഞ് അതിന്റെ ഫൈബർ ഭാഗവും പ്ലാസ്റ്റിക് ഭാഗമൊക്കെ കളഞ്ഞാൽ മെമ്മറി ചിപ്പ് എന്ന് പറയുന്നത് കണ്ടാൽ ഒരു ചെമ്പിന്റെ നൂല് പോലത്തെ 2 ചെറിയ നൂൽ കഷ്ണ. അതിലാണ് 24 GB, 50 GB, 100 GB. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ മെമ്മറി കാർഡിന്റെ നീളത്തിലറിയ നിങ്ങള് മനുഷ്യന്റെ തലയൊട്ടി തുറന്നിട്ട് കയ്യിൽ ഇങ്ങനെ എടുക്കുക തലച്ചോറ്. ആ തലച്ചോറ് ഞരമ്പുകൾ ചുരുട്ടി 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 അള്ള ഉണ്ടാക്കിയതാ. ആ ഞരമ്പുകൾ ഇങ്ങനെ നിവർത്തിയാൽ 496 കിലോമീറ്റർ മിനിമം നീളമുണ്ട് ഒരു മനുഷ്യന്റെ തലച്ചോറിന്. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന്റെ തല മുതൽ കാല് വരെ നീണ്ടുകിടക്കുന്ന അവന്റെ രക്തക്കൊയിലുകൾക്ക് ഞരമ്പുകളുടെ നീളം എത്രയെന്നറിയോ? ഈ ഭൂമിയെ, ഇവിടുത്തെ ഈ ചെമ്മൻ കടവിനെയല്ല, മലപ്പുറം ജില്ലയല്ല, കേരളത്തെയല്ല, ഇന്ത്യയല്ല, ഏഷ്യൻ രാജ്യങ്ങളെയല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളെയല്ല, യൂറോപ്യൻ രാജ്യങ്ങളെയല്ല, അതിന്റെ 3/4 ഭാഗം വരുന്ന സമുദ്രമായി നിൽക്കുന്ന, വെള്ളമായി നിൽക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്ന ഒന്നിച്ചുള്ള ഭൂമിയെ 2 തവണ ചുറ്റാനുള്ള നീളം. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ രക്തക്കൊയിലുകൾക്ക് മാത്രമുണ്ട്, ഞരമ്പുകൾക്ക് മാത്രമുണ്ട്. ഒരൊറ്റ മനുഷ്യന്റെ ഞരമ്പുകൾക്ക് ഈ ഭൂമിയെ 2 തവണ ചുറ്റാനുള്ള നീളമുണ്ടെന്ന് ആധുനിക ലോകത്തെ ചിന്തകന്മാരും ഗവേഷകന്മാരും വിശ്വജ്ഞന്മാരും ലോകത്തോട് പറയുമ്പോൾ ഇത് അള്ള വെറുതെ സംവിധാനിച്ചതല്ല. ഒരു മനുഷ്യന്റെ തലച്ചോറ്, ആ എരുമന്റെ തലച്ചോറ് വാങ്ങി ചിന്തിക്കാതെ തിന്നണ പോത്താവരുത് നമ്മള്. പിന്നെ അതിനെക്കുറിച്ചൊന്നൊക്കെ ആലോചിക്കുക, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയാണ്. ഒരു തലച്ചോറ് ഇങ്ങനെ നിവർത്തിയാൽ 500 കിലോമീറ്ററോളം നീളമുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു അത്ഭുതമാണ്. അപ്പോൾ ഒരു മൊബൈലിൽ എത്രമാത്രം കാര്യങ്ങൾ ശേഖരിച്ചു വെക്കാൻ പറ്റും? ഈ മനുഷ്യന്റെ തലച്ചോറ് വെറുതെ കൊടുത്തതല്ല. ഈ ഖുർആനിൽ 200-ലധികം സ്ഥലത്ത് മനുഷ്യരോട് ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്, വ്യത്യസ്ത ശൈലിയിൽ. അഫല തഅഖിലൂൻ, അഫല യതദബ്ബറൂൻ, ഇങ്ങനെ അഫല യതഫക്കറൂൻ, ഈ അർത്ഥത്തിൽ 200-ലധികം ഖുർആനിൽ എന്ത് ചോദിക്കുകയാണ്? മനുഷ്യനോട് ചിന്തിക്കാൻ വേണ്ടി പറയണേ. എന്തിനാ അല്ലാഹ് ഇങ്ങനെ പറയുന്നത്? ഒരു നിയമം അങ്ങ് പറഞ്ഞു കൊടുത്തിട്ട് പാലിച്ചോളൂ, ഇല്ലെങ്കിൽ നരകം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ മനുഷ്യന്റെ മുന്നിൽ കാരുണ്യവാനായ, കരുണാനിധിയായ ലോകത്തിന്റെ രക്ഷിതാവ് അവൻ നന്നാകാനുള്ള വഴികൾ എങ്ങനെ ഒരുക്കി കൊടുക്കുകയാണ്. 2 മാർഗം ഇതാ നിന്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വച്ചിരിക്കുകയാണ്. ഒന്ന്, സ്വർഗമെന്ന് പറയുന്ന ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും ഭാവനയിൽ കൊണ്ടുവരാനാവാത്ത ആകാശഭൂമിയോളം വിശാലമായ ഒരു സ്വർഗത്തിലേക്കുള്ള പാതയാണ് ഒന്ന്. മറ്റതോ മനുഷ്യനെ കല്ലിനെയും കത്തിക്കുന്ന, കത്തിജ്വലിക്കുന്ന നരകമെന്ന് പറയുന്ന ആ റൂട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും വലിയ ബൃഹത്തായ ഒരു സംവിധാനം ലോകത്തിന്റെ രക്ഷിതാവ് നമ്മുടെ ശരീരത്തിൽ. ചിന്തിക്ക് നിങ്ങൾ, കണ്ണ്, കാത്, ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല, ഒന്നും വേണ്ട.
നമ്മൾ വെജ് കഴിക്കുന്നവരാ, നോൺ വെജ് കഴിക്കുന്നവരാ, ഇറച്ചി ആ ആടിൻ്റെയും പോത്തിൻ്റെയും ഒക്കെ കഴിക്കുന്ന ആളുകളാ. പിന്നെ വെജിറ്റേറിയൻ കഴിക്കുന്നവരാ, വെജാണോ വെജും നോൺ വെജും കഴിക്കുന്നവരാ. 8 മണിക്കൂർ കൊണ്ട് അരച്ച് പൊടിച്ച് വേർതിരിച്ച് ആമാശയം ദഹിപ്പിക്കുമെല്ലാം. സുബ്ഹാനല്ലാഹ്. ഇനി ഒരു കാര്യം പറയാനാ, ഈ ആമാശയത്തിന്റെ ഉള്ളിൽ നമ്മൾ മിക്സി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചുമരിലൊക്കെ ശ്രദ്ധിച്ചോളൂ, ടൈൽസ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ചുമരിലേക്ക് പെയിന്റ് അടിച്ച ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ തെറിച്ചിട്ട് കല വീണിട്ടുണ്ടാവും. കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിന്റെ ഉള്ളിൽ എല്ലിന്റെ പൊടികളൊക്കെ ഈ കടിച്ചതിൽ പോയിട്ടുണ്ട്, കട്ടിയുള്ളത് പോയിട്ടുണ്ട്, കട്ടി കുറഞ്ഞത് പോയിട്ടുണ്ട്, ചവച്ചരച്ചവരുണ്ട്, അരക്കാതെ വിട്ടവരുണ്ട്, ഒക്കെ ഉണ്ട്. അതിനെ വെച്ച് അവിടെ അരിച്ച് പൊടിച്ച് എല്ലാം വേർതിരിക്കുന്ന ആമാശയത്തിന്റെ ഉള്ളിൽ ആമാശയത്തിന്റെ ഭിത്തിക്ക് പരിക്കേൽക്കാതിരിക്കാൻ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ആമാശയത്തിന്റെ ഉള്ളിൽ ഒരു ഒരു ബ്ലാഡർ കൊടുത്തിട്ടുണ്ട്. ഫുട്ബോളിന്റെ കേസിനുള്ളിൽ കാണുന്ന ബ്ലാഡർ പോലെ ഒരു നേർത്ത എല്ലാ മനുഷ്യന്റെ ആമാശയത്തിന്റെ ഉള്ളിലും അല്ലാഹു കൊടുത്തു. എന്നിട്ടോ അതിങ്ങനെ ഒരു ദിവസം കഴിയുമ്പോൾ അതിലേക്ക് തെറിച്ചിട്ട് പാട് വീഴും. 2-ാമത്തെ ദിവസമായി, 3-ാമത്തെ ദിവസമാകുമ്പോഴേക്കും ഓട്ട വീഴാനാകും. അപ്പൊ അല്ലാഹ് 3-ാമത്തെ ദിവസം ആമാശയത്തിന്റെ ഉള്ളിൽ കൊടുത്ത ഈ ബ്ലാഡർ പോലെ നേർത്ത പാടയെ പടച്ചോൻ ചുരുട്ടി കരിച്ചങ്ങോട്ട് കളഞ്ഞിട്ട് ഉടനെ പുതിയത് കൊടുക്കും. ഓരോ 3 ദിവസം കൂടുമ്പോഴും ഓരോ മനുഷ്യന്റെ വയറിലെ ആമാശയത്തിന്റെ ഉള്ളിലെ പാടയെ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു ലോകത്തിന്റെ രക്ഷിതാവ്. 700 ചില്ലാൻ കോടി മനുഷ്യർ ലോകത്തുണ്ടെങ്കിൽ മുഴുവൻ മനുഷ്യരുടെയും ആമാശയത്തിന്റെ ഉള്ളിലെ പാടയെ ഓരോ 3 ദിവസം കൂടുമ്പോഴും അല്ലാഹ് പുതുതായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ഹോസ്പിറ്റലിലും പോവണ്ട, ഒരു അനസ്തേഷ്യയും വേണ്ട, ഒരു ഡോക്ടറുടെ സഹായവും വേണ്ട. പ്രകൃതിയിൽ ലയിച്ചു ചേർന്നതുപോലെ ലോകത്തിന്റെ രക്ഷിതാവ് സിസ്റ്റമാറ്റിക്കായി നമ്മുടെ ശരീരത്തിൽ സ്ഥാപിച്ചതാണത്. നന്ദി കാണിച്ചോ? അതിന് പകരം കാണിച്ചോ? നമ്മൾ കഴിച്ച ഭക്ഷണം വേസ്റ്റ് പുറത്തേക്ക് തള്ളി, അതിനാ ടോയ്ലറ്റ് പോകുന്നത് അല്ലേ? അതിനാ മൂത്രമൊഴിക്കാൻ, അതിനാ നമ്മൾ ടോയ്ലറ്റിൽ 1-നും 2-നും വേണ്ടി പോകുന്നത്. ആശ്വാസത്തോടു കൂടി തിരിച്ചു വരും. അവിടേക്ക് കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, പടച്ചവനെ പിശാചുക്കളുടെ കൂട്ടത്തിൽ ആണും പെണ്ണുമൊക്കെ ഉണ്ടല്ലോ, അവരുടെ ശർറിൽ നിന്ന് ഞാൻ ഇതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഇടത്തേക്കാലിനെ മുന്തിച്ച് തന്റെ വേസ്റ്റുകളെല്ലാം കളഞ്ഞ് അതിനെ കഴുകി വൃത്തിയാക്കി ഗുഫ്റാനക്, പടച്ചവനെ സൂക്ഷ്മതയിൽ വല്ല കുറവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, ഞാൻ എല്ലാ നിലക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വല്ല പോരായ്മയും ഉണ്ടെങ്കിൽ നീ അത് വിട്ടു തരണേ എന്ന് പറഞ്ഞ് വലത്തുകാലിനെ മുന്തിച്ച് പുറത്തേക്ക് വരുമ്പോ അത് ചൊല്ലി പറയാൻ മടിക്കുന്നവരും അറിഞ്ഞിട്ടും ചൊല്ലാത്തവരും ഏത് നന്ദിയാണ് ലോകത്തിന്റെ രക്ഷിതാവിനോട് നമ്മൾ കാണിച്ചത്? എന്നിട്ട് 4 ദിവസം നമ്മളെ വയറ് സ്റ്റക്കായി, ടോയ്ലറ്റ് പോയിട്ട് പോകുന്നില്ല. പിന്നെ നമുക്കറിയാവുന്ന പല ട്രിക്കുകളും എടുത്തു നോക്കി, ഒന്നും നടക്കണില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്തിന്? 3 ദിവസം 4 ദിവസമായിട്ട് കഴിച്ച ഭക്ഷണങ്ങളൊന്നും വേസ്റ്റ് പുറത്തു പോകണില്ല. വയറിങ്ങനെ വീർത്ത് ഒരു ഫുട്ബോൾ പോലെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കൃത്രിമമായി വല്ല പൈപ്പോ ഒക്കെ ഉപയോഗിച്ച്, മരുന്ന് ഉപയോഗിച്ച് ഈ വേസ്റ്റിനെ ഹോസ്പിറ്റൽ അവിടുത്തെ വേണ്ടപ്പെട്ടവർ അത് പുറത്തേക്ക് കളഞ്ഞ് അതിന്റെ ഒരു ക്ഷീണമൊക്കെ തീരാൻ 1-2 ദിവസം അവിടെ കിടത്തി വീട്ടിലേക്ക് മടങ്ങുമ്പോ ചിരിച്ചാ പോരാ, 1000 ബില്ലടക്കണം. ഒരു 3 ദിവസം എന്റെ വയറിന്റെ വേസ്റ്റ് പുറത്തേക്ക് തള്ളാതെ ഇരുന്നപ്പോ 1000 ഞാൻ ഹോസ്പിറ്റൽ ബില്ലടക്കേണ്ടി വന്നു. 40 കൊല്ലമായി ഇത് സുഖസുന്ദരമായി ഞാൻ ടോയ്ലറ്റിൽ പോയി കളഞ്ഞതിന് ലോകത്തിന്റെ രക്ഷിതാവിനോട് എന്ത് നന്ദിയാണ്. മാനവകുലത്തിൽ എന്നെ കേൾക്കുന്നവരെ, ഈ ചെമ്മൻ കടവിലെ ചെറുപ്പക്കാരെ, പ്രപഞ്ചത്തിന്റെ നാഥനായ നിനക്ക് മസിൽ പവർ തന്ന, നിന്നെ ഗുസ്തിക്കാരനാക്കിയ, നിന്നെ കരാട്ട പഠിപ്പിച്ച, അത് പഠിക്കാൻ നിന്നെ പ്രാപ്തനാക്കിയ, നീ ജിമ്മിന് പോകുന്നവനാണെന്ന് അവകാശപ്പെടുന്നവൻ, നെഞ്ചു വിരിച്ചു നിൽക്കുന്നവൻ, ആരോഗ്യ ദൃഢഗാത്രനാണെന്ന് അവകാശപ്പെടുന്നവൻ, നീ എന്തു നന്ദിയാണ്. പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് നിന്റെ ശരീരത്തിൽ വെച്ചു തന്ന കോടാനു കോടി രൂപയ്ക്ക് വിലയിടാവുന്ന ഈ സിസ്റ്റമാറ്റിക്കായ സംവിധാനത്തിന് പകരം നീ എന്ത് നന്ദിയാണ് ലോകത്തിന്റെ രക്ഷിതാവിനോട് കാണിച്ചത്? ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലണം, മറുപടി കണ്ടെത്തണം. ഒരു ബൈക്ക് നമ്മൾ വാങ്ങി, പുതിയതല്ല, ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങി. എന്നിട്ട് അതിന് 50,000-60,000 രൂപ കൊടുത്തു. അതിൽ പെട്രോളാ ഉപയോഗിക്കുക. നമ്മൾ പമ്പ് കയറി നിർത്തി തുറന്നു കൊടുത്തു. ഓൺ ഡീസൽ അടിച്ചാലോ? ഭയങ്കര പ്രശ്ന. എത്ര ആകെ വില? 60,000. ചിലപ്പോൾ അത് ശരിയാക്കാൻ 1,000-2,000 മതിയാവും, ചിലപ്പോൾ അതിൻ്റെ താഴെ മതിയാകും ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കുമോ?
നമ്മൾ എന്താ ശ്രദ്ധിക്കാത്തത്? പമ്പിന്റെ ഉടമനെ ചിലപ്പോൾ വിളിക്കും, അയാളെ കുറിച്ച് പരാതി പറയും, അയാളെ മാറ്റണം എന്ന് പറയും, ശ്രദ്ധയില്ല അയാൾക്ക് എന്ന് പറയും. നമ്മൾ വാങ്ങിയ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കിലേക്ക് പെട്രോൾ അടിക്കുന്നതിന് പകരം ഡീസൽ മാറി അടിച്ചാൽ വിട്ടുകൊടുക്കാത്തവരാ നമ്മൾ. പടച്ചോൻ ഫ്രീ ആയി തന്ന വാൾവുകൾ, അവൻ ഫ്രീ ആയി തന്ന കിഡ്നി, ഒരു ദിവസം 17 ബക്കറ്റ് രക്തം ഫിൽട്ടർ ചെയ്യുന്ന മാങ്ങാണ്ടിയുടെ വലിപ്പമുള്ള കിഡ്നി, സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം 170 ലിറ്റർ രക്തം അരിച്ചെടുക്കുന്ന ഫിൽട്ടറേഷൻ നടത്തുന്ന മാങ്ങാണ്ടിയുടെ വലിപ്പമുള്ള രൂപമുള്ള ഒരു കിഡ്നി എന്ന് പറയുന്ന സംവിധാനം 17 ബക്കറ്റ് രക്തമാണ് ഒരു ദിവസം ഫിൽട്ടർ ചെയ്യുന്നത്. പകരം ആ കിഡ്നിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഈ ആമാശയത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? വാൾവുകളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ആന്തരിക അവയവങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? നീ വാങ്ങിയ ഒരു ബൈക്കിന്റെ വിലയെങ്കിലും നിന്റെ ശരീരത്തിൽ ലോകത്തിന്റെ രക്ഷിതാവ് നൽകിയ ആന്തരിക അവയവങ്ങൾക്കും ബാഹ്യാവയവങ്ങൾക്കും നീ നൽകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ചെറുപ്പക്കാരാ നിന്റെ മനസ്സിൽ എന്ത് മറുപടി വരുന്നു? എന്ത് മറുപടിയുള്ളത്? ഇങ്ങനെ എത്ര കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് അള്ളാനെ പഠിക്കുക, മനസ്സിലാക്കുക, ഇസ്ലാം പഠിക്കുക എന്നുള്ള പരിഹാരം, വേറെ പരിഹാരമൊന്നുമില്ല. മരണത്തെക്കുറിച്ച് ഓർക്കുക. ഈ തിന്മയോടൊക്കെ രാജി പറയാൻ ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യയെ ചതിക്കുന്ന ഭർത്താവ് പെരുകി വരിക. വ്യഭിചാരം കല്യാണം കഴിക്കാത്തവരിലാണ് കൂടുതൽ. നിങ്ങൾ വിചാരിക്കരുത് എന്നാണ് ഞാൻ പറയണത്. കണക്കെടുത്ത് നോക്ക് നിങ്ങൾ. കല്യാണം കഴിച്ചവർ വ്യഭിചാരത്തിന്റെ അഗാധ തലങ്ങളിലേക്ക്, വൃത്തികെട്ട പട്ടുഗർത്തങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. പ്രശ്നമില്ല, നിയമങ്ങൾ അതിന് പല പഴുതുകളും ഉണ്ടാക്കി കൊടുക്കുന്നു. 18 വയസ്സ് പൂർത്തിയാവാത്തൊരു കുട്ടി കല്യാണം കഴിക്കാൻ പാടില്ല നമ്മുടെ നാട്ടില്. ആയിക്കോട്ടെ, നിയമം നമുക്ക് അംഗീകരിക്കാം. ചിലപ്പോൾ 20 വയസ്സായാലും കെട്ടിക്കാൻ പറ്റില്ല. പക്വത എത്തണമെന്ന ഇസ്ലാം പറഞ്ഞത്. 25 വയസ്സായ ഒരു പെൺകുട്ടിക്ക് പക്വതയില്ല. എന്താ ഭർത്താവ്, ആരാ ഭർത്താവ്, എങ്ങനെ ജീവിക്കണം എന്നറിയില്ല. അവളെ 30 വയസ്സായാലും കല്യാണം കഴിക്കാൻ പറ്റൂല. 30 വയസ്സായ ഒരു ചെറുപ്പക്കാരന് എന്താ പെണ്ണ്, എങ്ങനെ ജീവിതം, എന്താ കുടുംബം, എന്താ വൈവാഹിക ജീവിതം എന്നറിയാത്തൊരു ചെറുപ്പക്കാരനെ കൊണ്ട് ചിലപ്പോൾ 30 വയസ്സായാലും കല്യാണം കഴിപ്പിക്കാൻ പറ്റൂല. അപ്പൊ പ്രായത്തിന്റെ അക്കമല്ല പ്രശ്നം, മറിച്ച് പക്വതയാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഇനി രാജ്യം 18, 21 വെച്ചു, നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ 17കാരിയായ ഒരു പെൺകുട്ടി, 18കാരനായ ഒരു ചെറുപ്പക്കാരന്, ഒരു രണ്ടാളും ഇങ്ങനെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമാണ്, വർത്താനം പറഞ്ഞിരിക്കുക, വ്യഭിചരിക്കുക, ഒരുമിച്ച് റൂം എടുക്കുക, താമസിക്കുക. പോലീസ് പിടിച്ചു. അപ്പോ കല്യാണം കഴിച്ചതല്ല, പിന്നെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഓല വെറുതെ വിട്ടു. എന്നാൽ ഒരാൾ കല്യാണം കഴിച്ചു ഹലാലായിട്ട്, ഓന് 22 വയസ്സ്, പെൺകുട്ടിക്ക് 18 തികയാൻ 2 മാസം കൂടി ഉണ്ട്, ഓന്റെ പേരിൽ കേസ്. നിങ്ങൾ ചിന്തിക്കണ്ടോ? ഓന്റെ പേരിൽ കേസാണ്. ഞാൻ ഈ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല, അല്ലാന്ന്. ഒരാൾ കല്യാണം കഴിച്ച പെണ്ണ്, അവൾ വേറൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. അപ്പോ അവളോട് ചോദിക്കാം, നിന്റെ ഇഷ്ടപ്രകാരം പോയതാണോ? ഓനോട് ചോദിക്കാം, നീ തട്ടിക്കൊണ്ടുവന്നതാണോ, നിങ്ങൾ ഇഷ്ടപ്രകാരം വന്നതാണോ? ഞങ്ങൾ രണ്ടാളും നല്ല മനപ്പൊരുത്തത്തോടു കൂടി വന്നതാ. എന്നാ പിന്നെ ഓലെ പേരിൽ കേസില്ല. എന്താ ഇത്? എന്താണ് ഇത് കേൾക്കുന്നത്? രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത നീതിപീഠമെന്ന് അവകാശപ്പെടാവുന്ന കോടതിയിൽ നിന്ന് വരെ വരുന്നത്, ഇന്ത്യ രാജ്യമെന്ന് പറയുന്ന രാജ്യത്ത് ഒരിക്കലും വേശ്യാലയം അനുവദിക്കുന്നില്ല. എന്നാൽ എവിടെയെങ്കിലും നിങ്ങൾ ചില പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടെന്നറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെത്തിയാൽ അവരെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ചോദിക്കണം, അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു വന്നതാണോ എന്ന്. എങ്കിൽ അവരുടെ പേരിൽ കേസെടുക്കാൻ പാടില്ല. എന്നാ വേശ്യാലയം അനുവദിക്കണില്ല. എങ്ങനെ? ഇന്ന സ്ഥലത്ത് കുറച്ച് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ട്, ഒരു വാടക വീട്ടിൽ നിന്ന് നമ്മൾ പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ പോലീസുകാർ വന്നു, അവരെ ചോദ്യം ചെയ്തു. അപ്പൊ പെണ്ണ് പറയാണ്, ഇന്നാരും തട്ടിക്കൊണ്ടേതല്ല, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഇവരെ കൂടെ വന്നതാ. ഇവൻ പറയാ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാ. എന്നാ ശരി, പോയിക്കോളൂ, പ്രശ്നമില്ല, കേസെടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഒരു നിയമം നമ്മുടെ നാടിന്റെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ധർമ്മത്തിലേക്ക് വിളിക്കുക? എങ്ങനെ ധർമ്മത്തിലേക്ക് വിളിക്കുക? അവിടെയാണ് വിശ്വാസമെന്ന് പറയുന്ന കരുതൽ, അവിടെയാണ് വിശ്വാസമെന്ന് പറയുന്ന പടച്ചട്ട ഒരു മുസൽമാന്, പ്രിയപ്പെട്ടവരെ, അവിടെ പ്രതീക്ഷയായി കടന്നു വരുന്നത്. ഞാൻ രാജ്യത്തിന്റെ നിയമം ഇത് ഓപ്പണാക്കി കൊടുത്താലും പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് ഈ തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിന്മയിലേക്ക് ഞാൻ പോവില്ല എന്ന് തീരുമാനിക്കാൻ അവന്റെ ഹൃദയം എന്ന് പറയുന്നതിലേക്ക് വിശ്വാസത്തിന്റെ ശക്തി എത്തേണ്ടതുണ്ട്. അങ്ങനെ
എങ്ങനെയാണ് ഏറ്റവും വിപ്ലവമായ മാറ്റം ഉണ്ടാകുന്നത്? അതിനെ ഞാൻ ഫുലൈൽ ബിൻ അയ്യാദിന്റെ ഉദാഹരണം പറഞ്ഞത്. അപ്പോഴാണ് ഭർത്താവിനെ ചതിക്കാത്ത ഭാര്യ ഉണ്ടാവുക, ഭാര്യയെ ചതിക്കാത്ത ഭർത്താവ് ഉണ്ടാവുക. അവൻ ഏത് യാത്രയിലാണെങ്കിലും, ഏത് ട്രെയിനിലാണെങ്കിലും, ഏത് ഫ്ലൈറ്റിലാണെങ്കിലും, ഏത് കൂരിരുട്ടുള്ള സ്ഥലമാണെങ്കിലും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് എന്നെ കാണുന്നു എന്ന ബോധം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. എല്ലാം പതിസ്ഥാനത്തിരുന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ റബ്ബ് അവൻ കാണുന്നു എന്ന ബോധം അല്ലേ? ഒരു കാട്ടറബി വന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ, ഇനി ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നിങ്ങൾ എനിക്കൊരു ഉപദേശം തരണം. ആ ഉപദേശം കേട്ടാൽ എന്റെ സംശയങ്ങൾക്കും എന്റെ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ അയാളോട് പറഞ്ഞു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. പോയിക്കോർന്നു. അയാൾ പറഞ്ഞു, നബിയെ, എനിക്ക് നല്ല ഉപദേശമാണ് തരേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഈ ആയത്ത് ഓതി കൊടുത്തു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. സഹോദര, ഒരണുമണി തൂക്കം നന്മ നീ ചെയ്താൽ അത് കാണും, ഒരണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും കാണും. കൊണ്ടുവരുന്ന ആളെ പരലോകത്ത്. ഇതിലും വലിയൊരു ഉപദേശം എന്താ? ഇതിങ്ങനെ കേട്ടിട്ട് മനസ്സിലേക്ക് ഇറങ്ങി ആ കാട്ടറബി ചുണ്ടിൽ തട്ടിക്കളിച്ച് എന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? വരി, ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാമെന്ന് പറഞ്ഞു. സഹാബ കിറാം ആശ്ചര്യഭരിതരായി പറഞ്ഞു, കാണണം നബിയെ, എവിടെ? അതാ ആ പോകുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞ് അത് അയാളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ വഹീ പ്രകാരം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോ മനുഷ്യരെ നമ്മൾ കുറെ കേൾക്കുന്നു, അതിനപ്പുറം കേൾക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറക്കി, ഇതെന്നെ കുറിച്ചാണോ, എന്റെ ഭാര്യയെ കുറിച്ചാണോ, എന്റെ ഭർത്താവിനെ കുറിച്ചാണോ, എന്റെ ഉമ്മയെ കുറിച്ചാണോ, എന്റെ വാപ്പയെ കുറിച്ചാണോ, എന്റെ കുടുംബത്തെ കുറിച്ചാണോ, എന്റെ മക്കളെ കുറിച്ചാണോ ചിന്തിച്ച് ഞാനും അതിൽ അംഗമാണല്ലോ, എനിക്കെന്ത് തിരുത്താനുണ്ട്, എന്ത് ശരിയാക്കാനുണ്ട്, എന്റെ ഇടപെടലുകളിൽ, എന്റെ ഭാര്യ ഭർത്തൃ ജീവിതങ്ങളിൽ, ഞാനും മക്കളും തമ്മിലുള്ള സംസാരങ്ങളിൽ, ഞങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളിൽ, അതേ എന്റെ കുടുംബജീവിതത്തിന്റെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലെ സംസാരങ്ങളിൽ, വൈവാഹിക ജീവിതങ്ങളിൽ, എന്റെ കച്ചവടങ്ങളിൽ, എന്റെ ക്രയവിക്രയങ്ങളിൽ, എന്റെ റിയൽ എസ്റ്റേറ്റുകളിൽ, അല്ല ജീവിതത്തിന്റെ മുച്ചൂട് രംഗങ്ങളിൽ ഞാൻ തിരുത്തേണ്ടവനായിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തണം. അവിടെയാണ് മനുഷ്യന്റെ നന്മ, വിശ്വാസം അവനെ നന്മയിലേക്ക്, നന്മയിൽ നിന്ന് നന്മയിലേക്ക്, അതേ ഏറ്റവും ഹൈറായതിൽ നിന്ന് വീണ്ടും വീണ്ടും അതിനേക്കാൾ നന്മയിലേക്ക് കുതിച്ചു പായാനുള്ള ഒരു ശക്തിയും ഗമനത്തിനുള്ള ശക്തിയും നൽകുന്നത് എന്ന് അവിടെയാണ് വിശ്വാസം. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ലൈസ ശദീദു ബിസുറഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. എന്താ പറഞ്ഞത്? ദേഷ്യം ഇങ്ങനെ വരുമ്പോ ആ ദേഷ്യത്തെ കടിച്ചു പിടിച്ച് നിർത്താൻ പറ്റുന്ന ഒരാൾ, അവനാണ് എന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഗുസ്തിക്കാരനെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു ദേഷ്യം ഇങ്ങനെ വരുമ്പോ ഗളബിനെ, ആ അൽ ഗളബു മിനശ് ശൈത്താൻ, ഇത് പിശാചിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കി, വേണ്ട, ഞാൻ ക്ഷമിക്കുകയാണ്, ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ഇരിക്കുകയാണെങ്കിൽ കിടക്കുകയാണ്, ഒന്ന് പോയി ഒളിവെടുക്കുകയാണ്, എന്റെ ദേഷ്യത്തെ ഞാൻ ശമിപ്പിക്കുകയാണ്. തീരുമാനിക്കാൻ പറ്റുമോ? പിശാചിൽ നിന്ന് അവൻ ഇങ്ങനെ അകലെയാണ്, പിശാചിൽ നിന്ന് അവൻ അകലുകയാണ്, അവന് സുരക്ഷിതമാവുകയാണ്. ദിക്റുകളിൽ നിങ്ങൾ ഇങ്ങനെ ചൊല്ലിയ ജീവിതത്തിൽ എല്ലാ ദിക്റും, ടോയ്ലറ്റിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്തിനെ? ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിന്റെ സുരക്ഷിതത്വമാണിത്. ഓരോ ദിക്റും അവന് സുരക്ഷിതത്വം നൽകുകയാണ്. എന്താ കാരണം? ടോയ്ലറ്റ് പിശാചിന്റെ വീടാണ്, അവന് ഇഷ്ടപ്പെട്ട സ്ഥല. അതുകൊണ്ടാണ് പബ്ലിക് ടോയ്ലറ്റിൽ കയറിയൊക്കെ നിങ്ങൾ ട്രെയിനില്, അതുപോലെ തന്നെ സ്കൂളിന്റെ, കോളേജിന്റെ, മുനിസിപ്പാലിറ്റിയുടെ, പഞ്ചായത്തിന്റെ പബ്ലിക് ടോയ്ലറ്റിലൊക്കെ കയറിയൊക്കെ അവിടെയാണ് പലരും പലതും എഴുതിയേക്കുക. പലരും പലതും എഴുതിയേക്കൽ അവിടെയാണ്. എന്താ കാരണം? അവിടെ പ്ലസ് ഇട്ടിട്ട് രാമൻ പ്ലസ് സോമന, മുഹമ്മദ് പ്ലസ് ഫാത്തിമ, ആ ജോസഫ് പ്ലസ് ജസീൻ ഒക്കെ എല്ലാ മതക്കാരുണ്ടായിക്കോട്ടെ, ആ അവിടെ എഴുതിയേക്കല്. ഇതെന്താ? ഇത് പിശാചിന്റെ പണിയാ. അവിടെ ഗവൺമെന്റ് ഒരു പബ്ലിക് ടോയ്ലറ്റിൽ മുറുക്കി തുപ്പരുത് എന്ന് എഴുതിയിട്ടുണ്ട്, വൃത്തികേടാക്കരുത് എഴുതിയിട്ടുണ്ട്, നന്നായിട്ട് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. ക്ലോസറ്റിൽ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, ഇതിൽ ഏത് അക്ഷരം കളഞ്ഞാലാ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റിയ, ഇത് പിശാച് കൊടുക്കുന്ന ചിന്തയാണ്. മനസ്സിലായണ്ടോ? അതുകൊണ്ടാ പറഞ്ഞത്, അവിടേക്ക് കയറുമ്പോ പിശാചിന്ന് രക്ഷ ചോദിച്ച് കയറണം, മുച്ചൂട് രംഗങ്ങളെ ശുദ്ധീകരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മനുഷ്യരെ, നമ്മൾ എന്തിനാ ഈ ഭൂമിയിലേക്ക് അല്ലാഹ് പറഞ്ഞു വിട്ടത്?
ഇവിടെ കുറച്ചു കാലം ബൈന 60 വ 70 60-ന്റെയും 70-ന്റെയും ഇടയിൽ ജീവിച്ച് മരിച്ചു തീരുക, അങ്ങനെയാണോ? അങ്ങനെ അവസാനിക്കാനാണോ? അതിനു വേണ്ടിയാണോ? മനുഷ്യരെ നമ്മൾ അറിയണം, മനുഷ്യനെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. എന്നിട്ട് എല്ലാവരും അള്ളാഹനെ ആരാധിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ്. ഭൂരിപക്ഷ മനുഷ്യരും ലോകത്തിന്റെ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് പിടവ് സംഭവിച്ച് കടന്നു പോകുന്നവരാണ് എന്നാണ് ചരിത്രത്തിലൂടെ അല്ല ബാഹ്യാർത്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു ദീനിൽ ഇസ്തിഖാമത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസ രംഗത്ത് കളങ്കമില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം, മായം ചേർക്കാതെ ജീവിക്കാൻ കഴിയണം. മുസ്ലിങ്ങളെ, ഇതുവരെ ഞാൻ പറഞ്ഞ വിഷയം എല്ലാവർക്കും സന്തോഷമായിരിക്കും. പക്ഷേ ഏകനായ ലോകത്തിന്റെ റബ്ബ്, ഏകനായ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ഏകനായ അണ്ഡഘടാഹങ്ങളുടെ അധിപനായ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. 5 നേരം മുസ്ലിങ്ങളെ 5 നേരം കൈകെട്ടി നിന്ന് നെഞ്ചിന്റെ താഴെയും ആ കൈകെട്ടുന്നത് അതിന്റെ താഴെയൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ വിഷയമാണ്, നിൽക്കട്ടെ. മുസ്ലിങ്ങളെ 5 നേരം ആ 5 വക്ത നമസ്കാരങ്ങളിൽ 17 തവണ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ എന്ന് പറയുന്ന സമസ്തക്കാരനും മുജാഹിദും തബ്ലീഗും ജമാഅത്തും മുസ്ലിങ്ങളായി അറിയപ്പെടുന്നവരെ, ഇത് കഴിഞ്ഞ് നമ്മുടെ ഉമ്മ മുസല്ലമടക്കി അലമാരയുടെ മുകളിലേക്കൊന്ന് മെല്ലെ വെക്കാൻ ശ്രമിക്കുമ്പോൾ ഉമ്മയുടെ കാലൊന്ന് വഴുക്കിയാൽ, ഉമ്മയുടെ കാലൊന്ന് സ്ലിപ്പായാൽ, ഉമ്മയുടെ കാലൊന്ന് വഴുതിപ്പോയാൽ അപ്പ വിളിച്ചു ഉമ്മ, പടച്ചോനെ എന്റെ കാലി നല്ല പറയുന്നത്, ബദരീങ്ങളെ മമ്പർത്തങ്ങളെ എന്റെ കാലിന. ഈ നിസ്കാരത്തിലെ ഉമ്മ പ്രതിജ്ഞ ചെയ്തതോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചോനെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തൂ. മുസ്ലിങ്ങളെ ചിന്തിക്കണം, ആലോചിക്കണം. ഇത് കുറ്റപ്പെടുത്തിയല്ല, നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയ ലോകത്തിലേക്ക് കടന്നു വന്ന 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ, ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ 25ഓളം പ്രവാചകന്മാർ, അവരുടെ സമൂഹത്തിൽ ഇപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോ ഇന്നിന്റെ ലോകം പോലെ സ്വവർഗരതി വ്യാപിച്ചു നിൽക്കുന്ന കാല, ഇന്നതിന് ആനുകൂല്യമാണെന്ന് പറയുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആണും നമ്മളുടെ കല്യാണത്തിന് നിയമാനുവാദം വേണം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? മുഹമ്മദിന്റെ അഹമ്മദിന്റെ കല്യാണം, സുലൈഖാനി ഫാത്തിമാനി കല്യാണം. ഇനി കല്യാണ കത്തൊക്കെ അങ്ങനെയാണ്. ഇതുവരെ വധു വരുന്നുണ്ടായിരുന്നത് ഈ ഇണകളാണ് കല്യാണത്തിന്. ഒന്ന് സുലൈഖ, ഒന്ന് മൈമൂന, ഒന്ന് ആയിഷ, ഒന്ന് ഫാത്തിമ. മനസ്സിലായില്ലേ? ഒന്ന് അബൂബക്കർ, ഒന്ന് ഇസ്മായിൽ. ഇങ്ങനെയാണ് കല്യാണം. ഇങ്ങനത്തെ ഒരു കത്ത് നമുക്ക് അടുത്ത് പ്രതീക്ഷിക്കാം. നൂറയും ഫാത്തിമയും ചാനലിൽ വന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താവിനെ പോലെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോ എന്തേ കുറെ ആളുകൾക്ക് ഇങ്ങനെ ഹാലിളകുന്നത്? ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ ആകാശം ഇടിഞ്ഞു വീടുമോ? 2 മുസ്ലിം കുട്ടികൾ ചോദിച്ച ചോദ്യ. നല്ല ചുരിദാറും. എന്നാ അന്ന് ചാനലിലേക്ക് വരുമ്പോ വരെ മഫ്ത മാറ്റിയിട്ടില്ല. മഫ്തൊക്കെ നേരിട്ട് വന്നിട്ടാ ചോദിക്കണത്, ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോന്ന്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയമുണ്ടല്ലോ, പുരുഷന്മാര് ആൺകുട്ടികളെ തന്നെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഉപയോഗിക്കുന്ന വല്ലാത്ത ലോക. മലക്കുകൾ വേഷം മാറി വന്ന അവരവരെ പിടിച്ചുകൊണ്ടാൻ വരുന്ന ലോക. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയോട് പറഞ്ഞു, ഇവിടെ എൻ്റെ വീട്ടിൽ വിരുന്നുകാർ വന്നു എന്ന് പറയണ്ടാന്ന്. അടുക്കള വാതിൽ തുറന്നിട്ട് ഇങ്ങനത്തെ ആളുകളോട് പോയി അറിയിച്ചു, ആര്? ഇംറഅത്തു ലൂത്ത്. അതുകൊണ്ട് അവൾ നരകത്തിലാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. ഇംറഅത്തു ലൂത്ത് വംറഅത്തു നൂഹ്, ഇവരൊക്കെ നരകത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? നബിന്റെ ഭാര്യയാണ് നരകത്തില്. ലിവാത്ത്, സ്വവർഗരതി, സ്വവർഗത്തിൽപ്പെട്ട ആണിനെ തന്നെ, പെണ്ണിനെ തന്നെ ഈ തന്റെ ലൈംഗിക ദാഹങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രകൃതി വിരുദ്ധമായ തോന്നിയവാസം. ഞാൻ തിന്നത് പറഞ്ഞത്, അത് നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താ ലൂത്ത് നബി വന്നത് അലൈഹി സ്വലാത്തു വസ്സലാം. സിഹറിന്റെയും ഈ ചെപ്പടി വിദ്യകളുടെയും ഒക്കെ അരങ്ങ് തകർക്കുന്ന സമയത്തേക്കാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. എന്നിട്ട് അവരോട് അല്ലാഹ് എല്ലാ നബിമാരോടും പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ്, വിളിക്ക് മനുഷ്യരെ, യാ ഖൗമി അബ്ദുല്ലാഹ്, ഓ മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇതാണ് ശരിയായ, ബാക്കിയൊക്കെ റെഡിയാവും. അതാണ് എൻ്റെ സത്യം.
നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ശരിക്കാണ് ബോധം ഉണ്ടാവുക. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എല്ലാം കാണുന്നവനാ, എല്ലാം കേൾക്കുന്നവനാ, ഹൃദയത്തിൻ്റെ തുടിപ്പും മിടിപ്പും അറിയുന്നവനാ, ഹൃദയത്തിൻ്റെ അതിൻ്റെ ഓരോ ചലനവും അറിയുന്നവനാ. അതുകൊണ്ട് ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ്, എന്തൊരു ചൂടാണ് നമ്മൾ പറയണത്, എന്തൊരു ചൂടാണ് എന്നല്ലേ പറയല്, എന്തൊരു ചൂടാണ്. എത്ര കിലോമീറ്റർ അപ്പുറത്താ സൂര്യൻ കിടക്കണത്? 15 കോടി അല്ലേ? അല്ലേ, നോക്കിക്കളെ, കോടി കിലോമീറ്റർ. ചിന്തിക്കുങ്ങള് ഒന്ന് നോക്കണം കേട്ടോ, നെറ്റിൽ നോക്കിയാൽ മതി. എങ്ങനെ ഇത്രയും കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്താണ് ആര്? സൂര്യൻ അള്ള വെച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ഈ ചൂട്. വർഷത്തിലൊരിക്കൽ സൂര്യനോട് ചിന്തിച്ചോട്ടോ നിങ്ങള്, വർഷത്തിലൊരിക്കൽ സൂര്യനോട് അള്ളാഹു ഒന്ന് താവാൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്ന് നിൽക്കാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ വർഷത്തിലൊരിക്കൽ നരകത്തിനോട് അള്ള പറഞ്ഞു ഒന്ന് നിശ്വസിച്ചോളൂന്ന്, ഒന്ന് ആവി പുറത്ത് കൂട്ടോളൂന്ന്. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നരകം ആവലാതി പറഞ്ഞു അള്ളഹാനോട്, എന്നിൽപ്പെട്ടതിൽ ചിലതിനെ തിന്നു കളയുന്നു അല്ല പറഞ്ഞു, ശരി, ഒരു നിശ്വസിക്കാൻ നിനക്ക് അവസരം തരാം, ഒന്ന് ആവി പുറത്തേക്ക് വിടാൻ. അങ്ങനെ വർഷത്തിലൊരിക്കൽ നരകം ഒരാവി ഇങ്ങനെ പുറത്തു വിടും. അതിൻ്റെ ചൂട് നിങ്ങൾക്ക് കഠിനമായി വരുമെന്ന്, ഭൂമിയിലേക്ക് പതിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചിന്തിക്കണ്ട നിങ്ങള്. അപ്പൊ എന്തായിരിക്കും നരകം? മനുഷ്യനും കല്ലും കത്തുന്ന നരകം, മനുഷ്യനും കല്ലും കത്തുന്ന നരകം, മനുഷ്യനും കല്ലും കത്തുന്ന നരകം. എങ്ങനെ സുഹൃത്തുക്കളെ നമുക്ക് ചിന്തിക്കാൻ പറ്റുക? കല്ലാണ് ഇവിടെ നമ്മൾ അടുപ്പാക്കി വെക്കുന്നത്, എന്നാൽ മനുഷ്യനും കല്ലും കത്തുകയാണ് നരകത്തിൽ. ചിന്തിച്ചു നോക്ക് നിങ്ങള്. അതാണ് അത് കാഫിരീൻ, സത്യത്തെ നിഷേധിച്ച ആളുകൾക്ക് വേണ്ടി സർവശക്തനായ അള്ളാഹു പറയാണ്, ആ സത്യത്തെ നിഷേധിച്ച ആളുകൾക്ക് വേണ്ടി അള്ളാഹു തആല ഒരുക്കി വെച്ചതാണ്. ഈ ഒരു നരകം മുന്നിൽ കണ്ടുകൊണ്ട് ഇതിൽ ഞാൻ പെട്ടുപോവാൻ പാടില്ല എന്ന നിലക്ക് ആ നരകത്തെ ശ്രദ്ധിക്കുകയും പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നരകത്തിന്റെ ചൂട് അത് 70 ഇരട്ടിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുത്തെ അതിശക്തമായ ചൂടിന്റെ 70 ഇരട്ടി സഹിക്കാൻ പറ്റുമോ? ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആദ്യത്തെ ഇസ്ലാമിന്റെ സ്റ്റെപ്പ് എന്താ? സ്വർഗമെന്ന് പറയുന്ന പൂങ്കാവനത്തിൽ പ്രവേശിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരി ഉദ്ധരിച്ചു, മുസ്ലിം ഉദ്ധരിച്ചു, തുർമുദി ഉദ്ധരിച്ചു, നസായി ഉദ്ധരിച്ചു, ഇബ്നു മാജ ഉദ്ധരിച്ചു, റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാവരും ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്. മൻ മാത ലയുശ്രികു ബില്ലാഹി ശൈഅ, ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കാതെയാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലാണ്. വമൻ മാത യുശ്രികു ബില്ലാഹി ശൈഅ, എന്തെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ ദഖലൻ നാറ, അയാൾ നരകത്തിൽ പ്രവേശിച്ചു. എന്താ ഇത്ര ഗൗരവത്തോടു കൂടി അള്ളാഹു ഈ വിഷയത്തെ പറയണത്? നമ്മൾ അള്ളാഹിനെ കുറിച്ച് എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാഹിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം അവന്റേതാണ്, ആകാശത്തിൽ എന്തൊക്കെയുണ്ടോ എല്ലാം അവന്റേതാണ്. ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾ, പറവകൾ ചിറകിനിങ്ങനെ നിവർത്തി പിടിച്ചിട്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ്. മാളത്തിലിരിക്കുന്ന ഉറുമ്പുകൾ, വെള്ളത്തിന്റെ ആഴിയിലേക്ക്, കടലിന്റെ ആഴിയിലേക്ക് ഊളിയിട്ട് പോകുന്ന കോടാനുകോടി ജീവജാലങ്ങൾ എല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. പടച്ചവനെ സ്തുതി ചെയ്യാത്ത, അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്ന ഒരേ ഒരു സൃഷ്ടി മനുഷ്യരെ നമ്മിൽപ്പെട്ടവരാണ്. എല്ലാരും അല്ല, കുറെ ആളുകൾ. അവർക്ക് ഹൃദയമില്ല ഉണ്ട്, കണ്ണില്ല ഉണ്ട്, കാതില്ല ഉണ്ട്. ഖുർആൻ പറഞ്ഞു ലഹും ഖുലൂബ്, അവർക്ക് ഖൽബുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. വലഹും അഅ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ടത് കാണുന്നില്ല. ഉലൈക കൽ അൻആം, അവർ നാക്കാലികളെ പോലെയാണ്. ബൽ ഹും അളൽ, അതിനേക്കാൾ മോശം. ഇതൊക്കെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലേ. ഒരു നാക്കാലി പകരം കൂട്ടാൻ കാത്തിക്കലുണ്ടോ? ഇല്ല. മനുഷ്യനാണ് വൈരാഗ്യം വെച്ച് കാത്തിരിക്കല്. മൃഗങ്ങൾക്ക് അതൊന്നും കൊടുത്തിട്ടില്ല. അവരവരുടെ ജനിത കോഡിൽ രേഖപ്പെടുത്തിയത് പശുവിനെ പ്രസവിച്ചു കുഞ്ഞ് കുളത്തുക്കാ വീണത് നീന്തി കരയിലേക്ക് അങ്ങോട്ട് വരും. അതിനാരും പഠിപ്പിക്കണ്ട.
അതിനാരും പഠിപ്പിക്കണ്ട. നമ്മൾ കരയിൽ ഒരാൾ നീന്തുന്നത് ഒരു 5 ദിവസം നോക്കി നിന്നിട്ട് 6ാമത്തെ ദിവസം ചാടിയാൽ നമ്മൾ വെള്ളം കുടിക്കും. നമ്മൾ പരിശീലിക്കണം, കണ്ടാ പോരാ, പ്രാക്ടീസ് ചെയ്യണം. മനുഷ്യന് മൃഗം കാട്ടിലെ നാവ് റഫായ കാട്ടിയുടെ വ്യത്യസ്ത തലത്തിലുള്ള മൃഗങ്ങളുണ്ട്. കാട്ടിയിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. നാവ് ഇങ്ങനെ റഫായ മുള്ളു പോലത്തെ നാവുള്ളൊരു മൃഗം, ആ മൃഗം പ്രസവിച്ചാൽ അതിൻ്റെ കുഞ്ഞ് ഉടനെ കയ്യും കാലം നിവർത്തി ഒറ്റ ഓട്ട. എന്തിനാ എന്ന് ജന്തുലോക വിദഗ്ധന്മാർ അതിനെ കുറിച്ച് പഠിച്ചെഴുതിയിട്ടുണ്ട്. സെർച്ച് ചെയ്താൽ കിട്ടും എന്തിനാണത് ഓടിയത്. ഒരു പറയണേ, അതിൻ്റെ നാവ് മുള്ളു പോലത്തെ നാവാ, കറുത്ത പിന്നെ കട്ടിയുള്ള മുള്ളും ഇലകളൊക്കെ പറിച്ചു തിന്നുന്ന മൃഗ. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നാവ് കൊണ്ട് നക്കിയാൽ അതിൻ്റെ തൊലി വരെ പൊളിഞ്ഞു പോവും. അതുകൊണ്ട് അള്ള പറഞ്ഞു അതിൻ്റെ കുഞ്ഞിനോട് പ്രസവിച്ച് ഭൂമിക്ക് വീണ ഉടനെ സ്ഥലം വിട്ടോളണം. അതോടി. എന്നിട്ട് ചപ്പു ചവറിൽ ഒളിച്ച്, കുറ്റിക്കാട്ടിൽ ഒളിച്ച്, മണ്ണിൽ കിടന്ന് ഉരുണ്ട് ശരീരത്തിൻ്റെ എല്ലാ അഴുക്കും പോയിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ തള്ളങ്ങനെ തെരഞ്ഞു വന്ന് കിട്ടും. പിന്നെ നക്കേണ്ട ആവശ്യമില്ല, ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ആരാ ഈ മൃഗത്തിനോട് ഇത് പറഞ്ഞു കൊടുത്തത്? ആരാ ഇത് ബോധനം കൊടുത്തത്? അതാ മൂസാ നബിയോട് ഫിറഔൻ ചോദിച്ചത്, ആരാ നിങ്ങളെ രണ്ടാളി റബ്ബ് എന്ന് ചോദിച്ചു. ഫിറഔന്റെ കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് എത്തിയപ്പോൾ റംസസ് രണ്ടാമനെന്ന ഫിറഔൻ, ധിക്കാരിയായ ഫിറഔൻ, അഹങ്കാരിയായ ഫിറഔൻ, മുങ്ങിച്ചാവുമ്പോ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞ ഫിറഔൻ വലിയ കൊട്ടാരം പടുത്തുയർത്തി അതിന്റെ മുകളിൽ കയറി നിന്ന് അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ലോകത്തിന്റെ റബ്ബ്, ഉന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ ഫിറഔൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ഖാല ഫമർ റബ്ബുക്കുമാ യാ മൂസാ, ആരാ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ്? ഖാല ഫമർ റബ്ബുക്കുമാ യാ മൂസാ, ആരാ മൂസാ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ്? ഖാല റബ്ബുന അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ മറുപടിയും അതിൽ വന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, എന്നിട്ട് മാർഗദർശനം നൽകി എങ്ങനെ പോകണം. കോഴിമുട്ടയെന്ന് വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി. നാടൻ മനുഷ്യന്മാരൊക്കെ ചെമ്മങ്കടവിലുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേഗം പറയാ. കോഴിമുട്ട അടച്ചു കൊടുത്തു, കോഴി അടയിരുന്നു, മുട്ട വിരിഞ്ഞ് പൊട്ടി, തോട് പൊട്ടി, കുഞ്ഞ് പുറത്തു വന്നു. 2 ദിവസമായിട്ടുള്ളൂ. പുറത്തിറങ്ങി തള്ളക്കോഴിയുടെ കൂടെ ചിക്കിച്ചെനക്കി ഇങ്ങനെ കൊടുക്കുക തള്ളക്കോഴി. അപ്പോൾ ഒരു പരുന്ത്, ഒരു കാക്ക, ഒരു കഴുകൻ മേലെ ഇങ്ങനെ പറന്നാൽ തള്ളക്കോഴി ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ചിറകിനുള്ളിലേക്ക്, ഇലയുടെ മറവിലേക്ക്, കല്ലിൻ്റെ ബാക്കിലേക്ക്, പുല്ലിൻ്റെ ഉള്ളിലേക്ക് കോഴിക്കുഞ്ഞ് ഒളിച്ചു. ഇത് ഒരു അപകട റെഡ് സിഗ്നലാണെന്ന് ഈ കോഴിക്കുഞ്ഞിന് ആരാ പറഞ്ഞു കൊടുത്ത്? പിന്നെ നമ്മൾ നോക്കിയിട്ട് ഒറ്റ കോഴിക്കുട്ടികളെയും കാണാനില്ല. മിണ്ടാതെ നിൽക്കുക, ചവിട്ടണ്ട ഇലൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും, മിണ്ടാതെ നിൽക്കുക. കഴുകൻ പോയി, കാക്ക പോയി, തള്ളക്കോഴി ഇങ്ങനെ അതിൻ്റെ തല ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കി, ഒന്നും കാണാനില്ല എന്ന് കണ്ടപ്പോൾ വേറൊരു ഒച്ച ഉണ്ടാക്കും. അപ്പം ഇങ്ങനെ ഒളിച്ചിരിക്കണോടുന്ന് പുറത്തു വരും. ആരാ ഇത് ഗ്രീൻ സിഗ്നലാണെന്ന് പറഞ്ഞു കൊടുത്ത്? അതിൻ്റെ ഉത്തര ഖുർആൻ പറഞ്ഞത് റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാറ്റിനെയും സൃഷ്ടിച്ചു എന്നിട്ട് എങ്ങനെ ജീവിക്കണമെന്ന മാർഗനിർദ്ദേശം നൽകിയവനാണ് റബ്ബ്. ഉണ്ടോ? ആ റബ്ബ് നമുക്ക് മുമ്പിൽ വെച്ച ഡിമാൻഡ് എന്താ അറിയോ? അത് പറയാനാ ഞാൻ അത് പറഞ്ഞത്. ആ റബ്ബ് നമുക്ക് മുമ്പിൽ വെച്ച ഡിമാൻഡ് എന്താണ് പ്രിയപ്പെട്ടവരെ? എന്താ നമ്മുടെ മുമ്പിൽ വെച്ച ഡിമാൻഡ്? ഒറ്റ ഡിമാൻഡാ. ഫസ്റ്റ് ഡിമാൻഡ്, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, എന്നോട് മാത്രം പ്രാർത്ഥിക്കണം, എൻ്റെ പേരിൽ മാത്രം സത്യം ചെയ്യണം, എൻ്റെ പേരിൽ മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം. മുസ്ലിങ്ങളെ, ചെമ്മങ്കടവിലെ വ്യത്യസ്ത സംഘടനയിൽപ്പെട്ട മുസ്ലിങ്ങളെ എല്ലാവരോടും പറയാ, പടച്ചോന്റെ ഈ ഡിമാൻഡ് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അംഗീകരിക്കാൻ? ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 21-22 വചനം എന്താ? യാ യുഹന്നാസു അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായിട്ട് അല്ലാഹ് പറഞ്ഞത്. അതിൽ ആദ്യത്തെ വചനം എന്താ? മനുഷ്യരെ, മുസ്ലിങ്ങളെ എന്നല്ല, മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചതാരാ? അവൻ ആരാധിക്കണം. നമ്മളെ സൃഷ്ടാവല്ലേണ്. നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനാരാ? അവൻ ആരാധിക്കണം. മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചതാരാ? യേശു ക്രിസ്തുവിനെ സൃഷ്ടിച്ചതാരാ? ഇബ്രാഹിം നബിയെ സൃഷ്ടിച്ചതാരാ? എല്ലാ നബിമാരെയും ആദ്യത്തെ വാപ്പയും ആദ്യത്തെ നബിയുമായ ആദം നബിയെ 60 അടി 60 മുഴം നീളമുള്ള 90 അടി ഹൈറ്റുള്ള നമ്മുടെ വാപ്പാനെ സൃഷ്ടിച്ചതാരാ?
സുബ്ഹാനല്ലാഹ്. ഉത്തരം എന്താ? അല്ലാഹ്. നമ്മളെ വല്ലിപ്പാന്റെ നീളം എത്രയാണ്? 60 മുഴം. ഒരു മുഴം തന്നെ 1.5 അടിയാ. അപ്പൊ എത്ര അടിയായി? 60 അടി. 60 അടി ഹൈറ്റാണ് നമ്മുടെ വാപ്പ വല്ലിപ്പ. ഇനി ഖിയാമത്ത് നാൾ അടുക്കും തോറും മനുഷ്യന്റെ വലിപ്പൊക്കെ കുറഞ്ഞു വരും, പക്ഷെ ദുൽമ് കൂടി വരുന്ന കണ്ടാല് 6ാം ക്ലാസ്സിലെ പഠിക്കണുള്ളൂ തോന്നും കേട്ടോ. അക്രമവാസനയൊക്കെ +2 കഴിഞ്ഞിട്ടുണ്ടാവും. അതാ പറഞ്ഞത്. ദുൽമ് ഇങ്ങനെ കൂടി വരും. നമ്മുടെ വല്ലിപ്പാന്റെ നീളം അത്ര ഉണ്ടായിരുന്നു, ചെറുതായി ചെറുതായി വരികയാണ് മനുഷ്യന്മാര്. നിൽക്കട്ടെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതാരാ? അല്ലാഹ്. മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് രൂപം കൊടുത്ത് എഴുന്നേൽക്കാൻ പറഞ്ഞു ലോകത്തിന്റെ റബ്ബ്. നിൽക്കട്ടെ, അതാ പറഞ്ഞത്, യാ യുഹന്നാസ് അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ. ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നു, ആകാശത്തെ മേൽക്കുരയാക്കി തന്നു, ആകാശത്തുനിന്ന് വെള്ളമിറക്കി തന്നു. മഴ കിട്ടാഞ്ഞിട്ട് കുറെ സ്ഥലത്ത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടക്കുക, മഴയ്ക്ക് വേണ്ടി നമസ്കാരം നടക്കുക. ഖുർആന്റെ ചോദ്യ, മേഘപാളിയിൽ നിന്ന് വെള്ളമിറക്കുന്നത് നിങ്ങളാണോ? അല്ല, നാമാണോ? ഒരു മനുഷ്യൻ എന്തെങ്കിലും റോളുണ്ടോ ആകാശത്തുനിന്ന് വെള്ളം ഇറങ്ങണില്, മഴ പെയ്യുന്നതിൽ? ചെമ്മങ്കടവിൽ എത്ര വെള്ളം വേണം തീരുമാനിക്കേണ്ടത് മനുഷ്യനാണോ? ഇവിടുത്തെ കോൺഗ്രസ് ആണോ? ഇവിടുത്തെ CPM ആണോ? ഇവിടുത്തെ രാഷ്ട്രീയമാണോ? ഇവിടുത്തെ ഭരണകൂടമാണോ? രാജ്യത്തിന്റെ ഭരണകൂടമാണോ? ലോകത്തിന്റെ ഏതെങ്കിലും സംഘങ്ങളാണോ? അല്ല. ഇതിലൊന്നും ഒരു മനുഷ്യനും പങ്കില്ല, ഒരു പാർട്ടിക്കും പങ്കില്ല, ഒരു സ്ഥാപനത്തിനും പങ്കില്ല. പിന്നെ അള്ളാന്റെ തീരുമാനം, നിങ്ങളാണോ മേഘപാളിയിൽ നിന്ന് വെള്ളമിറക്കുന്നത്? അതല്ല, നാമാണോ? ഉത്തരം എന്താ? മനുഷ്യന്റെ മനസ്സ് പറയും, അല്ല പടച്ചോനെ നീയാണ്. എന്തിനത് പറഞ്ഞത്? ആകാശത്തുനിന്ന് വെള്ളമിറക്കി നിങ്ങൾക്ക് വേണ്ടത് പലതും പ്രൊഡക്റ്റ് ചെയ്തു തന്നു. എന്നിട്ടല്ല പറയാ, അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം തന്നത്, നിങ്ങൾക്ക് ഭക്ഷണം തന്നത്, നിങ്ങൾക്ക് വായു തന്നത്, നിങ്ങൾക്ക് വെളിച്ചം തന്നത്, നിങ്ങൾക്ക് ഈ ശ്വസന പ്രക്രിയ തന്നത്, നിങ്ങൾക്ക് വേണ്ടി ഖലഖലക്കും മാ ഫിൽ അർളി ജമിഅ, ലോകത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളും നിങ്ങൾക്ക് വേണ്ടി തന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു കുട്ടി ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു, മലന്നിങ്ങനെ കിടക്കുക, കരയ. ചിലപ്പോൾ ഉമ്മ അടുക്കളയില, ഉമ്മ കേട്ടിട്ടില്ല കരഞ്ഞത്. അപ്പൊ ഈ കുട്ടിയുടെ തൊണ്ട ചിലപ്പോൾ വറ്റിപ്പോവും. ചെറിയ കുഞ്ഞാണ്, അമ്മിഞ്ഞപ്പാല് വലിച്ചു കുടിക്കേണ്ട പ്രായമാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ തൊണ്ട വറ്റിപ്പോകും. അതുകൊണ്ട് ശാസ്ത്രം പറയണേ, മലന്ന് കിടക്കാൻ മാത്രം അറിയുന്ന കുട്ടി കരയുമ്പോൾ കണ്ണുനീരിങ്ങനെ ഒലിച്ചിട്ട് വായിലേക്ക് തന്നെ പോകും. അതൊക്കെ പടച്ചവൻ അങ്ങനെ സംവിധാനിച്ചതാണ് എന്ന് ശാസ്ത്രലോകം പറയാ. സുബ്ഹാനല്ലാഹ്. കണ്ടോ? പതുക്കെ മലന്ന് കിടക്കാൻ, പതുക്കെ കമഴ്ന്ന് കിടക്കാൻ, പതുക്കെ ഇരിക്കാൻ, പതുക്കെ നിൽക്കാൻ, പതുക്കെ നടക്കാൻ, പതുക്കെ ഓടാൻ. ആരാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിപ്പിച്ചത്? അതാ റബ്ബ്, പടിപടിയായി വളർത്തുന്നവൻ. എന്നിട്ട് അല്ലാഹ് വെച്ച ഡിമാൻഡ് എന്താണ്? അത് പറയാനത് പറയണത്, ഇത്രയും സംവിധാനം തന്ന റബ്ബ് നമ്മളോട് ആകെ ആവശ്യപ്പെട്ടത്, എല്ലാ മുസ്ലിങ്ങളോടും ആവശ്യപ്പെട്ടത്, എല്ലാ മനുഷ്യരോടും ആവശ്യപ്പെട്ടത്, ഇതൊക്കെ ഞാനാണ് നിങ്ങൾക്ക് ഒരുക്കി തന്നതെങ്കിൽ അതിൽ നിങ്ങൾക്കാർക്കും പങ്കില്ലെങ്കിൽ ഒരു നബിക്കും റോളില്ല. ഇല്ല. നബിമാരുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന തങ്ങളാകുന്ന മുത്തു നബിക്ക് പോലും അല്ലാഹുവിന്റെ ഈ സംവിധാനത്തിൽ റോളുമില്ല. എങ്കിൽ ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെയോ പകരക്കാരെയോ വെക്കരുത്. ചെമ്മങ്കടവിലെ മുസ്ലിങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ. ഞാൻ കുറച്ച് സമയം കൂടി സംസാരിച്ച് അവസാനിപ്പിക്കും. നാളെയും മറ്റന്നാളെയൊക്കെ വലിയ വലിയ പ്രോഗ്രാമുകളുണ്ട്. അതുകൊണ്ട് നീണ്ട മണിക്കൂറുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു ഈ ദഅവത്തിന്റെ മേഖലയിൽ നമുക്ക് വളരെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖും ആരോഗ്യവും ഇൽമും ആഫിയത്തും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ.